ഹായ് ഫ്രണ്ട്സ്, ഐ എം സിൽവി ഗിവർഗീസ് ഫ്രം ബിഹുഡ് അക്കാഡമി മാവേലിക്കര. ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ OET പാസ്സായ നഴ്സിംഗ് കൂട്ടുകാർക്ക് വേണ്ട സം ടിപ്സ് തരുന്നതിന് വേണ്ടിയാണ്. ഓക്കെ, OET പാസ്സായി UK സ്കോറുള്ള നഴ്സിംഗ് സുഹൃത്തുക്കൾ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഏത് എക്സാം എഴുതണം, എങ്ങനെ UK പോയി നേഴ്സാകാം എന്ന് ചിന്തിക്കുന്ന ഈ അവസരത്തിൽ അത് CBT പാസ്, CBT എന്താണ്, CBT കഴിഞ്ഞെന്ത് ചെയ്യണം, അത് കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ബെനിഫിറ്റ് കിട്ടുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഞാനിന്നിവിടെ പറയാൻ പോകുന്നത്. CBT എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് തിയറി ടെസ്റ്റാണ്. ഈ തിയറി ടെസ്റ്റിൽ ആക്ച്വലി ദർ ആർ 2 പാർട്സ് ഉണ്ട്. അത് പാർട്ട് A എന്ന് പറയുന്നത് ന്യൂമറസി ക്വസ്റ്റ്യൻസ് ആണ്. ദർ വിൽ ബി 15 ക്വസ്റ്റ്യൻസ് ഷുഡ് ബി ആൻസർഡ് വിത്തിൻ 30 മിനിറ്റ്സ്. അടുത്ത പാർട്ട് B എന്ന് പറയുന്നത് ക്ലിനിക്കലാണ്. ക്ലിനിക്കലിനകത്ത് പ്രൊഫഷണൽ വാല്യൂസ്, കൾച്ചറൽ ബിഹേവിയേഴ്സ് ആൻഡ് എത്തിക്കൽ പ്രിൻസിപ്പിൾസ്, ഓൾ ദിസ് വിൽ ബി ആസ്ക്ഡ്, ഇൻക്ലൂഡഡ് നഴ്സിംഗ് നോളജ്. ഓക്കെ, അതിനകത്ത് 100 ക്വസ്റ്റ്യൻസ് വരും. ആൻഡ് 100 ക്വസ്റ്റ്യൻസ് യു ഹാവ് ടു ആൻസർ വിത്തിൻ 2.5 hours. ഈ പാർട്ട് എയും പാർട്ട് ബിയും പാസ്സായെങ്കിൽ മാത്രമേ നമ്മുടെ കോമ്പിറ്റൻസി പാർട്ട് 1, ദാറ്റ് ഈസ് തിയറി ടെസ്റ്റ് ഈസ് കംപ്ലീറ്റഡ്, CBT തിയറി ടെസ്റ്റ് കംപ്ലീറ്റ് ആകുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ഹാഫ് വേയിൽ രജിസ്റ്റേർഡ് നേഴ്സ് ആയി എന്ന് പറയാം. CBT ട്രെയിനിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ദർ ആർ 6 domains we are teaching. First domain is professional values. In that you will be learning about the ethical principles and cultural behaviors, all those attitudes, behaviors, all those things you will be learning. രണ്ടാമത്തെ ഡൊമൈൻ 2 എന്ന് പറയുന്നത് സൈക്കോളജിക്കൽ ആസ്പെക്ട്സ് ആണ്. അതിനകത്ത് നിങ്ങൾ തെറാപ്യൂട്ടിക് റിലേഷൻഷിപ്പ്, ഹൗ ഡു യു റിലേറ്റ് വിത്ത് ദ പേഷ്യൻറ്റ്, വാട്ട് ആർ യു ഗോയിങ് ടു ടോക്ക് ടു ദ പേഷ്യൻറ്റ്, ഓർ ഹൗ യു, ഇഫ് പേഷ്യൻറ്റ് ഇസ് സാഡ് ആൻഡ് ഹൗ ഡു യു ഡീൽ വിത്ത് ദം, all those things, and then defense mechanism of the patients. And you will also learn respiratory conditions of the patient, COPD, asthma, pneumonia, all these conditions you may be learning in domain 2. Domain 3, we are teaching the nursing practices, and you will be learning about the infection control, infection prevention, and how do you dispose the waste materials, sharp materials, all those things you are learning in the domain 3. Domain 4, we are teaching the leadership and management, and the maternal health and childhood, and all those things you will be learning in the domain 4. Domain 5, elderly care, and nice news and must, also the end of life care. You will be learning death and dying, all these things you will be learning from here when you come to Bhood അക്കാഡമി ഫോർ CBT ട്രെയിനിങ്. അതിന് ശേഷമാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് തുടങ്ങുന്നത്. നമ്മുടെ NMC ആപ്ലിക്കേഷനിൽ രണ്ടാമത്തെ സ്റ്റെപ്പ് തുടങ്ങും. അപ്പോൾ നമ്മൾ OSCEക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. OSCE എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റീവ് സ്ട്രക്ചേർഡ് ക്ലിനിക്കൽ എക്സാമിനേഷൻ. ഇതൊരു പ്രാക്ടിക്കൽ എക്സാമിനേഷനാണ്. നമ്മൾ ചെയ്യുന്ന IM ഇഞ്ചക്ഷൻസ്, ഡ്രസ്സിങ്, പീക്ക് ഫ്ലോമീറ്റർ ആൻഡ് നേസോഗ്യാസ്ട്രിക് ട്യൂബ് ഇൻസേഷൻ, ഓൾ ദി സ്റ്റേഷൻസ് വിൽ ബി ടോട്ട്. ഇത് നിങ്ങൾ വിചാരിക്കും ഓൺലൈനിൽ എങ്ങനെ പഠിപ്പിക്കുന്നു, പക്ഷേ ഐ ക്യാൻ proudly say that all my students, all this last year, all my students passed with my online classes only. Okay, so നിങ്ങൾ ആരെങ്കിലും ഇതിനെപ്പറ്റി വിഷമിക്കുന്നുണ്ടെങ്കിൽ, OSCEയെ പറ്റി എന്താണ് OSCE, എങ്ങനെ OSCE പാസ്സാകും എന്നൊക്കെ വിഷമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ബിഹുഡിനെ അപ്രോച്ച് ചെയ്യുക. 100% you will be successful. Okay, OSCE is conducted by 3 universities, that is Northampton, Ulster and Oxford University. ഈ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ഗൈഡ് ലൈൻ അനുസരിച്ചാണ് ബിഹുഡിൽ ഞങ്ങൾ സ്റ്റുഡൻസിനെ ട്രെയിൻ ചെയ്യുന്നത്. ഓൾ പ്രാക്ടിക്കൽ സ്റ്റേഷൻസ്, 20 stations we are teaching them. Okay, out of 20 stations you will have 10 stations for your exam, that is assessment, planning, implementation, evaluation, and then there will be another 6 practical stations. Okay, so all this you will be practicing by online and offline. You can also, if you are nearby, you can come to Bhood and have the offline classes, so that you will be practicing with the articles. Only in Bhood we are teaching the basic nursing.
All the other institution, if you go, they are teaching only the professional values and NMC guidelines only they are teaching, but they are not touching the basic nursing like a cardiovascular system, what are the conditions and what neuro system and respiratory system, GI system, all what are the conditions you will be dealing with. All these things നമ്മൾ ബിഹുഡിൽ മാത്രമാണ് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. I can assure that if you take a training in BHood Academy Mavelikara, 100% you will be successful. You don't have to be sad. You will be going in colors after coming to BHood Academy Mavelikara, because we are training in such a way that any questions if they are asking, it is all nursing applicable questions. So any questions you will be thorough to answer. We are not only giving lecture classes, we are also giving question discussion. Those who have taken a date for exam, 3 days before the exam, we are giving a mock test, 8 mock tests we have prepared. And this mock test is exactly like what the NMC is asking. All those questions are involved in that mock test. And most of my students are giving me feedback saying that these mock tests are exactly all those questions has been asked during the exam. So I'm proudly saying that if you are seeking for a CBT training, you have to rush to BHood Academy Mavelikara to be successful. I can assure that, I can guarantee that you will pass CBT exam if you approach BHood Academy Mavelikara. And not only the CBT adult we are teaching, we are also teaching CBT maternity, CBT pediatric, CBT psychiatric. All these aspects my students are passing in first attempt itself. So rush into BHood Academy Mavelikara.